ഇമാം അബൂ ഹനീഫയോട് മസ്അല ചോദിച്ചു. മസ്അലയ്ക്ക് ഉത്തരം പറഞ്ഞു. ഇമാം അഅ്മശ് അത്ഭുതപ്പെട്ടു. ചോദിച്ചു, എവിടുന്നാണ് ഈ ഹദീസ് കിട്ടിയത്? എവിടുന്നാണ് ഈ മസ്അല പറഞ്ഞത്? നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഇന്ന ഇന്ന ഹദീസുകളിൽ നിന്നാണ് എനിക്ക് ഈ മസ്അലകൾ കിട്ടിയത്. ഏത് ഹദീസ്? അഅ്മശ് റഹ്മഹുള്ളയുടെ മുമ്പിൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള ഒരു മണിക്കൂറോളം ധാരാളം ഹദീസുകൾ പറഞ്ഞു കൊടുത്തു. ആ ഹദ്ദസ്തുക ബിഹി ഫീ മിഅതി യൗമിൻ ഹദ്ദസ്തനി ബിഹി ഫീ സഅത്തിൻ വാഹിദത്തിൻ, 100 ദിവസം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് ഒരൊറ്റ മസ്അലയ്ക്ക് വേണ്ടി ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നീ എന്റെ മുമ്പിൽ പറഞ്ഞു തീർത്തല്ലോ എന്ന് മുഹദ്ദിസീങ്ങളുടെ നേതാവായ അഅ്മശ് റഹിമഹുള്ള ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയോട് പറയുന്നു. അപ്പം ഒരു ഹദീസിൽ നിന്നല്ല ഒരു മസ്അല പറയുന്നത്. നമസ്കാരത്തിന്റെ മസ്അല, ഒരു മസ്അല പറയുന്നത് ഒരു ഹദീസിൽ നിന്നല്ല, 100 കണക്കിന് ഹദീസിൽ നിന്ന്. ഹദീസ് മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഇമാം അഅ്മശ് റഹ്മഹുള്ള ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയെ നോക്കിയിട്ട് പറഞ്ഞു, യാ മഅശറൽ ഫുഖഹാ അൻതുമുൽ അതിബ്ബാ വനഹ്നു സയാദില. നിങ്ങളാണ് ഡോക്ടർമാർ, ഞങ്ങൾ വെറും മരുന്ന് കച്ചവടക്കാർ മാത്രമാണ്. മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് ഗുളികയും അതിന്റെ ഗുണവും അതിന്റെ മേന്മയും പരിശോധിച്ച് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ ഏത് ഗുളിക ഏത് സ്ഥലത്ത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവൂ എന്ന് അബൂ ഹനീഫയെ നോക്കിയിട്ട് മുഹദ്ദിസീങ്ങളുടെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇവരുടെയൊക്കെ ഉസ്താദുമാരുടെ ഉസ്താദായ സാക്ഷാൽ മുഹദ്ദിസായ ഇമാം അഅ്മശ് റഹിമഹുള്ള പറയുന്നു, ഹദീസ് മതി, മദ്ഹബ് സ്വീകരിക്കണ്ട എന്ന് പറയുന്ന ആളുകളും മദ്ഹബ് വേണമെന്ന് പറയുന്ന ആളുകളുടെയും വ്യത്യാസം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. പനി വന്നു കഴിഞ്ഞാല് മദ്ഹബിനെ പിൻപറ്റുന്ന ആളുകൾ ഇവര് ചെയ്യുന്നത്, പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അടുക്കൽ പോകുന്നു, ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ട് അസുഖം പറയുന്നു, അസുഖം മനസ്സിലാക്കിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഏത് മരുന്നാണോ അതിന് അനുയോജ്യമായത് അത് കൊടുത്തുവിടുന്നു. വേണ്ടാന്ന് പറയുന്ന ആളുകൾ ഡോക്ടറിന്റെ അടുക്കൽ പോകാതെ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് അയാൾ പറയുന്ന ആ മരുന്ന് മേടിച്ച് കഴിക്കുന്നു. വ്യത്യാസം. ഇത് ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല, ഇമാം അഅ്മശ് റഹ്മഹുള്ള പറഞ്ഞ ഉദാഹരണമാ. നാളെ ഇനി ഇത് പറഞ്ഞിട്ട് ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട. ഇമാം അഅ്മശ് റഹ്മഹുള്ള പറഞ്ഞതാണ്. തദ്കിറത്തുൽ ഹുഫാദ് ഇമാം ദഹബിയുടെ കിതാബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പൊ ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള ഈ മദ്ഹബിന്റെ 4 ഇമാമിങ്ങളും പിൻപറ്റപ്പെടാൻ യോഗ്യരാണ്. യസീദ് ഇബ്നു ഹാറൂൻ റഹിമഹുള്ള മുഹദ്ദിസീങ്ങളുടെ നേതാവാണ്. മഹാനവറുകളുടെ അടുക്കൽ വന്നിട്ട് ആരോ ഒരു മസ്അല ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അഹ്ലുൽ ഇൽമിനോട് പോയി ചോദിക്കാൻ. സദസ്സിൽ അഹ്മദ് ബിൻ ഹംബലാണ് ഇരിക്കുന്നത്. യഹ്യ ബിൻ മുഈൻ, അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെയൊക്കെ ഉസ്താദാണ് യസീദ് ബിൻ ഹാറൂൻ. യസീദ് ബിൻ ഹാറൂനിനോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൽമല്ലേ? യസീദ് ബിൻ ഹാറൂൻ റഹിമഹുള്ള പറയുന്നു, അൽ ഇൽമു ഇൽമു അബി ഹനീഫ. മുഹദ്ദിസീങ്ങളുടെ തലതൊട്ടപ്പൻ എന്ന് വിശദീകരിക്കാൻ പറ്റുന്ന യസീദ് ബിൻ ഹാറൂൻ റഹിമഹുള്ള പറയുന്നു, ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇൽമാണ് ഇൽമ്.